മലയാളി യുവസാഹിത്യകാരന്മാരിൽ ഏറെ ശ്രദ്ധ പിടിച്ചുപറ്റിയ എഴുത്തുകാരനാണ് സുഭാഷ് ചന്ദ്രൻ. കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരത്തിന് അർഹനായ സുഭാഷ് ചന്ദ്രനാണ് ഈ ലക്കം മേരാ ദില്ലിയിൽ അതിഥി. അർത്ഥരഹിതമായ കാമനകൾക്ക് വേണ്ടി ജീവിതമെന്ന വ്യർത്ഥകാലത്തിലൂടെ സഞ്ചരിക്കുന്ന മനുഷ്യജന്മങ്ങൾക്ക് ഒരു ആമുഖം. ഇതാണ് സുഭാഷ് ചന്ദ്രൻ എന്ന മലയാളത്തിലെ പ്രമുഖ യുവ കഥാകൃത്തിന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡുകൾ ഉൾപ്പെടെയുള്ള നിരവധി പുരസ്കാരങ്ങൾ നേടിക്കൊടുത്ത പുസ്തകം. മനുഷ്യന് ഒരു ആമുഖം. മനുഷ്യൻ സ്വന്തം വേര് തേടിയുള്ള യാത്ര. കഥാകൃത്തിന്റെ വാക്കുകളിൽ പറഞ്ഞാൽ, പഠനത്തിനും ജോലി തേടലിനും വിവാഹത്തിനും വീടുണ്ടാക്കലിനും അപ്പുറത്ത് മറ്റൊന്നും ചെയ്യാനില്ലാതെ ഒരു പുരുഷായുസ്സിൽ കുടുങ്ങി പലതരം ഭോഗങ്ങൾ സ്വപ്നം കണ്ട് ജീവിതം തള്ളി നീക്കാൻ വിധിക്കപ്പെട്ട മനുഷ്യന് ഒരു ആമുഖം. മറ്റ് ജീവജാലങ്ങളെ അപേക്ഷിച്ച് മനുഷ്യന് ചില പ്രത്യേകതകൾ പ്രകൃതി നൽകിയിട്ടുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അതിനനുസരിച്ചാണ് നമ്മുടെ മനുഷ്യ സംസ്കൃതി നമ്മൾ കെട്ടിപ്പടുത്തിട്ടുള്ളത്. പക്ഷേ കാലം പോകെ പോകെ ഈ ആധുനികതയുടെ ഉപലബ്ധികളെല്ലാം സ്വീകരിച്ചു തുടങ്ങിയപ്പോൾ പലപ്പോഴും എല്ലാ സൗകര്യങ്ങളും അനുഭവിച്ചുകൊണ്ട് തനി മൃഗീയമായി ജീവിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് മനുഷ്യന് പരിണാമം വന്നിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. സംസ്കാരം കാലങ്ങളിലൂടെ കൂടുതൽ കൂടുതൽ ദൃഢമാവുകയും ശക്തമാവുകയാണ് വേണ്ടത്. അതെന്നെങ്കിലും എല്ലാ വിലക്കുകളെയും ലംഘിച്ചുകൊണ്ട് മനുഷ്യർ മൃഗങ്ങളെപ്പോലെ പൂർണ്ണ സ്വാതന്ത്ര്യം ആഘോഷിക്കുന്നതാണ് മനുഷ്യൻ്റെ മുന്നോട്ടുള്ള പ്രയാണമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അമ്മയെ വിവാഹം കഴിച്ചുകൂടാ എന്ന് പറയുന്നത് സംസ്കാരത്തിൻ്റെ ഒരു നാഴികക്കല്ലേ. പെങ്ങളെ വിവാഹം കഴിച്ചുകൂടാ എന്നുള്ളത് പ്രാചീന ജനതയുടെ മറ്റൊരു നാഴികക്കല്ലാണ്. അതിൽ നിന്ന് അങ്ങനെ നിരന്തരമായിട്ടുള്ള അതൊന്നും വിലക്കുകളല്ല. സത്യത്തിൽ അതിനെ വിലക്കായിട്ട് വിചാരിച്ചാൽ സംസ്കാരം എങ്ങും എത്തില്ല. നമ്മൾ അതിനെ ചിട്ടപ്പെടുത്തിയിട്ടുള്ള ഒരു രീതിയുണ്ട് മനുഷ്യ സംസ്കാരത്തെ. ആ യാത്രയിൽ പ്രത്യേകിച്ച് മലയാളിക്ക് ചിലത് നഷ്ടപ്പെട്ടു പോയി എന്നൊരു തോന്നൽ എനിക്കുണ്ട്. അപ്പോൾ മനുഷ്യനെന്ന് പറയുന്നത് കുറേ കൂടി മഹത്വം ആർജിക്കേണ്ടുന്ന, കുറേ കൂടി ഗരിമ കൈവരിക്കേണ്ടുന്ന ഒരു ജീവിയാണ്. ആ രീതിയിൽ നമ്മൾ ജീവിക്കുന്നുണ്ടോ എന്നുള്ള ഒരു ചിന്ത ആണ് മനുഷ്യനാമുഖം എന്ന നോവലിൽ ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്. തച്ചനക്കര എന്ന ഗ്രാമവും അവിടുത്തെ നായർ തറവാട്ടിലെ കാരണവരായ നാറാപിള്ള എന്ന നാരായണപിള്ളയുടെയും അദ്ദേഹത്തിന്റെ സന്തതി പരമ്പരകളുടെയും ജീവിതമാണ് ഈ നോവലിൽ പരാമർശിക്കപ്പെടുന്നത്. ഒപ്പം കേരളത്തിന്റെ രാഷ്ട്രീയ സാമൂഹിക ജീവിതത്തിന്റെ ഏടുകളുമുണ്ട്. കേരളീയ ജീവിതത്തിന്റെ ഒരു 100 വർഷത്തെ, ഒരു നൂറ്റാണ്ട്, 100 വർഷത്തെ പരിണാമം, വൈകാരിക പരിണാമം അടയാളപ്പെടുത്താനാണ് ഞാൻ ആഗ്രഹിച്ചത്. അതോടൊപ്പം തന്നെ നമ്മുടെ സർഗാത്മകതയ്ക്ക് വന്നുപറ്റ മാറ്റങ്ങൾ, സർഗാത്മകതയെ പ്രതിയുള്ള നമ്മുടെ വിലവയ്ക്കൽ, മൂല്യനിർണ്ണയം, അതിൽ വന്നുപറ്റ മാറ്റങ്ങൾ. ഇപ്പോൾ ലോകത്തെല്ലായിടത്തും കഴിവുള്ളവൻ എന്ന വാക്കിന് പണക്കാരൻ എന്നുള്ള വാക്ക് പോലെ തന്നെ ക്രിയേറ്റീവ് കഴിവുള്ളവനെ നമ്മൾ പറയാം. ആൾ നല്ല കഴിവുള്ളവനാണ്. ഇപ്പോൾ ഇംഗ്ലീഷിൽ തന്നെ ടാലൻറ്റ് എന്നുള്ള വാക്ക് അത് വന്നത് താലന്ത് എന്ന് പറയുന്ന പേർഷ്യൻ വാക്കിനാണ്. താലന്ത് എന്ന് വെച്ചാൽ നാണയമാണ്, സ്വർണ്ണ നാണയമാണ്. പഴയ കാലത്ത് മറ്റേ അറേബ്യൻ നാടുകളിലെ താലന്ത്, ആ വാക്കിനെയാണ് പിന്നെ ടാലൻ്റ് എന്ന് മാറ്റി. അത് കഴിവുള്ളവനെ സൂചിപ്പിക്കാൻ, പണക്കാരനെക്കുറിച്ച് മാത്രമല്ല ക്രിയേറ്റീവായിട്ടുള്ള കപ്പാസിറ്റി ഉള്ളവനെയും സൂചിപ്പിക്കുവാൻ ലോകത്തെല്ലായിടത്തും ഇങ്ങനെ വാക്ക് പകരം വയ്ക്കുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാറുണ്ട്. അത് കഴിവുള്ളവൻ എന്ന് വെച്ചാൽ. അപ്പോൾ അതിൻ്റെ ഒരു സത്ത മലയാളിയുടെ ജീവിതത്തിൽ ചോർന്നു പോയിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. 2011 മനുഷ്യനൊരാമുഖം എന്ന ആദ്യ നോവലിന് സുഭാഷ് ചന്ദ്രന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിക്കുന്നത്. തുടർന്ന് ഓടക്കുഴൽ പുരസ്കാരം, ബഷീർ പുരസ്കാരം, 2014 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം എന്നിങ്ങനെ നിരവധി പുരസ്കാരങ്ങളും ലഭിച്ചു. 2001 തന്റെ ആദ്യ കഥയായ കടികാരങ്ങൾ നിലയ്ക്കുന്നത് സുഭാഷ് ചന്ദ്രൻ എഴുതിയത്. ആ കഥയ്ക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചു. വധക്രമം, ഗുപ്തം, പർദീസ നഷ്ടം എന്നീ കഥകൾ സിനിമകളായും പുറത്തു വന്നിട്ടുണ്ട്. പക്ഷെ ലോകത്തിൻ്റെ മുഴുവൻ മനുഷ്യരുടെയും ജീവിതം സ്വന്തം ജീവിതമായിട്ട് ഒരാൾക്ക് എപ്പോൾ തോന്നുന്നു അപ്പോഴാണ് ഒരാൾ കഥാകാരനായി മാറുന്നത്. അവിടെ തെരുവിൽ കിടക്കുന്ന ഒരു യാചകനെ കാണുമ്പോൾ എമ്പതിയിലൂടെ, സാത്മ്യം എന്ന് പറയുന്ന ഒരു അനുഭൂതിയിലൂടെ
അയാളുടെ വികാരങ്ങൾ തന്നെ നമ്മളിപ്പോൾ എൻ്റെ ആദ്യത്തെ കഥ ഘടികാരങ്ങൾ നിൽക്കുന്ന സമയം, അതിൽ ലാത്തൂർ ഭൂകമ്പത്തിൽ ചലനം നിലച്ച ഘടികാരങ്ങൾ എടുത്ത് ഓടുന്നൊരു കള്ളനാണ് പ്രമേയം. നായകൻ അയാളാണ്. അപ്പോൾ എനിക്ക് മോഷ്ടിച്ചിട്ടോ ലാത്തൂർ പോയി ഭൂകമ്പം അനുഭവിച്ചിട്ടോ ഒന്നും പരിചയമില്ല. പക്ഷേ അവിടെ ഉണ്ടാകാൻ സാധ്യതയുള്ളൊരു കള്ളനെ, അവിടെ അശരണനായി പോകാൻ സാധ്യതയുള്ളൊരു മനുഷ്യനെ, ഒരു ദുരന്തത്തിൽപ്പെട്ട് പ്രകൃതിയുടെ ദുരന്തത്തിൽപ്പെട്ട് നിസ്സഹായനായി പോകുന്ന കേവല മനുഷ്യനെ ഇമാജിൻ ചെയ്യണം, അവൻ്റെ ദുഃഖങ്ങളും വിഷമങ്ങളും ആധികളും അവതരിപ്പിക്കണം എന്നുള്ള ആഗ്രഹത്തിൽ നിന്ന് അത് വന്നത്. അപ്പോൾ അതുകൊണ്ടത് തീർത്തും എൻ്റേതല്ലാത്ത ഒരു അനുഭവം അല്ലാതെ. കാരണം എവിടെ മനുഷ്യൻ ഏർപ്പെടുന്ന സന്തോഷത്തിലും ദുഃഖത്തിലും എനിക്ക് കൂടി ഒരു പങ്കുണ്ട്. അത് എൻ്റെ കൂടി അവകാശമാണ്, ആ ദുഃഖവും സന്തോഷവും ഒരേപോലെ എന്ന് വിചാരിക്കുന്ന ആളായിരിക്കും ഒരു എഴുത്തുകാരനായിത്തീരും. നമ്മുടെ സമൂഹത്തിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അപജയങ്ങൾക്ക് പ്രധാനമായും ഒരു പങ്ക് മാധ്യമങ്ങൾക്കുണ്ടെന്ന് പത്രപ്രവർത്തകൻ കൂടിയായ സുഭാഷ് ചന്ദ്രൻ വ്യക്തമാക്കുന്നു. കഴിവുള്ളവനെ കവികൾ തെരുവിൽ അലഞ്ഞടക്കുന്നുണ്ട്, നമുക്ക് പ്രശ്നമില്ല. മദ്യപിച്ച് ബഹളം ഉണ്ടാക്കുന്നു. അവരെക്കുറിച്ചിപ്പോൾ സാഹിത്യ അക്കാദമി അവാർഡായാലും ഏതെങ്കിലും പുരസ്കൃതരായാലും അവരെക്കുറിച്ചൊന്നും ടി വിയിലോ മറ്റു ചർച്ചകളൊന്നും വരാറൊന്നുമില്ല. നമ്മൾ എത്രയോ നേരം സരിതാ നായരെ പറ്റി, കള്ളന്മാരെ പറ്റി, കൊലപാതകികളെ പറ്റി, വേശ്യകളെ പറ്റി, നാലാം കിട സിനിമാ നടികളെ പറ്റി, ഒരു പടത്തിൽ മാത്രം അഭിനയിച്ച നടന്മാരെ കുറിച്ചൊക്കെ നമ്മൾ എത്രയോ സമയം നമ്മുടെ ചർച്ചകൾ നടത്തുന്നു. നമ്മുടെ സ്വീകരണ മുറിയിൽ അവരെ കൊണ്ട് നിറയ്ക്കുന്നു. നമ്മുടെ കുഞ്ഞുങ്ങൾ അത് കണ്ടാൽ വളരുന്നത്. അതേസമയം ഇപ്പോൾ ഭാഷയ്ക്ക് വേണ്ടിയിട്ട്, ഇപ്പോൾ സുഭാഷ് ചന്ദ്രൻ്റെ പേര് ഞാൻ പറയുകയല്ല, എക്സ് ഓർ വൈ ഏത് ആളായാലും ഭാഷയ്ക്ക് വേണ്ടിയിട്ട് സംഗീതത്തിലോ സാഹിത്യത്തിലോ സംസ്കാരത്തിലോ ഒരു മുന്നേറ്റം നടത്തുന്ന ആളെ പറ്റി, അതാണ് യഥാർത്ഥത്തിൽ മീഡിയ ചെയ്യേണ്ടത്, നമ്മുടെ പുതിയ തലമുറയിലേക്ക് ചെയ്യേണ്ടതാണ്. പക്ഷേ മീഡിയ അതിൽ നിന്ന് ഇതാണ് ജനം ആഗ്രഹിക്കുന്നത് എന്ന മട്ടിൽ, ജനത്തിന് വേണ്ടത് ഞങ്ങൾ കൊടുക്കുന്നു എന്ന മട്ടിൽ മീഡിയ പലപ്പോഴും തെറ്റായ മാതൃകകളെ സമൂഹത്തിലേക്ക് അടിച്ചേൽപ്പിക്കുന്നുണ്ട്. എല്ലാ കാലഘട്ടങ്ങളിലും എഴുത്തുകാരന് സമൂഹത്തിൽ പ്രാധാന്യമുണ്ട്. ചരിത്രം ആരംഭിക്കുന്നത് തന്നെ, സംസ്കാരം ആരംഭിക്കുന്നത് തന്നെ എഴുത്തിലൂടെയാണ്. ഇപ്പോൾ മെസൊപ്പൊട്ടേമിയ ആയാലും നമ്മുടെ എടക്കൽ ഗുഹയിലായാലും കോറി വരച്ച അക്ഷരങ്ങൾ അല്ലെങ്കിൽ രൂപങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ സംസ്കാര നിർണ്ണയം നടത്തുന്നത്. ഒരു കാലത്തിൻ്റെ അക്ഷരം, എഴുതപ്പെടുന്ന അക്ഷരത്തിന് അല്ലെങ്കിൽ വാക്കിന്, അത് മാധ്യമം മാറി കമ്പ്യൂട്ടർ ആയാലും ഒക്കെ ആ ഒരു സാധ്യത ഒരു കാലത്തും പോവില്ല. എത്ര സാങ്കേതികത വന്ന് അറിഞ്ഞാലും സർഗാത്മകത എന്ന് പറയുന്ന പകരം വയ്ക്കാനില്ലാത്ത ആ പ്രകാശം, കാരണം മരിച്ചു പോകുന്ന ശരീരങ്ങൾക്കുള്ളിൽ എക്കാലത്തേക്കും കത്തി നിൽക്കുന്ന ഈ ചൈതന്യം, അതെല്ലാ കാലത്തും വിലവയ്ക്കപ്പെടുകയില്ലേ, അല്ലെങ്കിൽ മനുഷ്യജീവിതം അവിടെ തീർന്നു. തന്റെ എഴുത്തു ജീവിതത്തിൽ കുടുംബത്തിന്റെ പങ്ക് വലുതാണെന്ന് അദ്ദേഹം പറയുന്നു. എഴുത്തുകാരൻ എപ്പോഴും എഴുതിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയും. നമ്മൾ കടലാസിന് മുമ്പിലോ കമ്പ്യൂട്ടറിന് മുമ്പിൽ ഇരിക്കുന്ന സമയത്ത് മാത്രമല്ല എഴുതുന്നത്. അതൊരു സാങ്കേതിക പ്രവൃത്തി മാത്രമാണ്. അതിനെ അക്ഷരങ്ങളിലേക്ക് മറ്റുള്ളവർക്കായിട്ട് നമ്മൾ രേഖപ്പെടുത്തുക മാത്രമാണ്. നമ്മൾ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഉറങ്ങുമ്പോഴും സ്വപ്നം കാണുമ്പോഴും ഒക്കെ ഒരു എഴുത്തുകാരൻ അവൻ്റെ ജോലി ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷേ അവന് സ്വസ്ഥമായിട്ട് എഴുതാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുക, അവൻ്റെ ക്രിയേറ്റിവിറ്റിയെ മനസ്സിലാക്കുക, അല്ലെങ്കിൽ എഴുതപ്പെടുന്ന ഈ സംഗതി അമൂല്യമായ ഒന്നാണ്, ലോകത്തിന് വേണ്ട ഒന്നാണ് എന്നുള്ള തിരിച്ചറിവോടെ അവന് തുണ നിൽക്കുക, അതൊക്കെ ഒരു എഴുത്തുകാരൻ്റെ കുടുംബത്തിന് ചെയ്യാവുന്ന ഏറ്റവും വലിയ നല്ല കാര്യമാണ്. ആർത്തിൽ എൻ്റെ കുടുംബം എന്നെ സഹായിക്കുന്നുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മാർച്ച് 9 ഡൽഹിയിൽ നടന്ന ചടങ്ങിൽ 2014 മലയാള ഭാഷയ്ക്കുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം സുഭാഷ് ചന്ദ്രൻ കേദാർനാഥ് സിംഗിൽ നിന്ന് ഏറ്റുവാങ്ങി. കേരള പത്രപ്രവർത്തക യൂണിയന്റെ ഡൽഹി ഘടകവും സുഭാഷ് ചന്ദ്രനെ അനുമോദിച്ചു. പുരസ്കാരങ്ങൾക്കപ്പുറം സ്നേഹം കിട്ടാനാണ് താൻ എഴുതുന്നതെന്ന് സുഭാഷ് ചന്ദ്രൻ മറുപടി പ്രസംഗത്തിൽ പറഞ്ഞു. വ്യക്തിപരമായിട്ട് എനിക്ക് സാഹിത്യ അക്കാദമി അവാർഡിനേക്കാൾ പ്രധാനമാണ് എൻ്റെ സുഹൃത്തുക്കളുടെ സ്നേഹം എന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ. എന്തിനു വേണ്ടി എഴുതുന്നു എന്ന് ചോദിച്ചാൽ അട്ടുത്രയേ ഉള്ളൂ, എനിക്ക് സ്നേഹം കിട്ടാൻ വേണ്ടി എഴുതുന്നു എന്നാണ്. അത് സമകാലികരുടെ മാത്രമല്ല, ഒരു 200 വർഷം കഴിഞ്ഞാലും 300 വർഷം കഴിഞ്ഞാലും 400 വർഷം കഴിഞ്ഞാലും ആദിമോഹം കൂട്ടി പറഞ്ഞാൽ ഒരു 5000 വർഷം കഴിഞ്ഞാലും എന്നെ ആളുകൾ ഓർത്തിരിക്കണം എന്ന്, എന്നെ സ്നേഹിക്കണം എന്ന് ഒരു ദുര ഉള്ളിലുള്ളത് കൊണ്ടാണ് ഞാൻ ഓരോ അക്ഷരവും എഴുതാറുള്ളത്. കഥയ മമ കഥകളതി സാദരം, കഥകളതി സാദരം. കഥയ മമ കഥകളതി സാദരം, കഥ
സാദരം ഡൽഹിയിലെ ഇന്ത്യ ഇന്റർനാഷണൽ സെന്ററിൽ നടന്ന മിദ്രംഗ് സംഗീതോത്സവത്തിൽ പ്രശസ്ത കാവാലി ഗായകരായ വാർസി സഹോദരന്മാർ നടത്തിയ പ്രകടനം ആസ്വാദകർക്ക് ഏറെ ഹൃദ്യമായി. ഈ മാന്ത്രിക സംഗീത വിരുന്നിൽ നിന്നുള്ള കാഴ്ചകളാണ് ഇനി രംഗോളിയിൽ. നജീർ അഹമ്മദ് ഖാൻ വാർസി, നസീർ അഹമ്മദ് ഖാൻ വാർസി എന്നിവരാണ് കവാലി സംഗീത ലോകത്തെ വാർസി സഹോദരന്മാർ. സംഗീത പാരമ്പര്യത്തിൽ ഡൽഹി ഘരാനയുടെ പിന്മുറക്കാരാണ് ഇവർ. ഹൈദരാബാദിൽ ജനിച്ച ഇരുവരും കവാലി സംഗീതം അഭ്യസിച്ചത് പിതാവും ലോകപ്രശസ്ത സംഗീതജ്ഞനുമായ പത്മശ്രീ അസീസ് അഹമ്മദ് ഖാൻ വാർസിയിൽ നിന്നാണ്. വാർസി സഹോദരന്മാർ ലോകമെങ്ങും കവാലി അവതരിപ്പിച്ച് പേരെടുത്തിട്ടുണ്ട്. മുഖ്യ ഗായകരായ നജീർ, നസീർ വാർസികൾ തന്നെയാണ് ഹാർമോണിയം വായിക്കുന്നത്. അസീസ് അഹമ്മദ് ഖാൻ വാർസി, സമീം മുഹമ്മദ് ഖാൻ, ഗുലാം മെഹബൂബ്, മുർത്തൂസ് വാർസി, അദീബ് വാർസി എന്നിവരാണ് മറ്റു ഗായകർ. ഡോലക്കിൽ സയ്യദ് ഹബീബും തബലയിൽ മുഹമ്മദ് ജബ്ബാറും അകമ്പടി സേവിക്കുന്നു. എട്ടാം നൂറ്റാണ്ടിൽ പേർഷ്യയിൽ ഉദയം ചെയ്ത സൂഫി ആത്മീയ സംഗീതധാരയായ സെമയിലാണ് കവാലിയുടെ വേരുകൾ. പേർഷ്യയിൽ നിന്നുള്ള കുടിയേറ്റം ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലേക്ക് സെമയെ എത്തിച്ചു. 13ാം നൂറ്റാണ്ടിൽ സെമയും ഹിന്ദുസ്ഥാനിയും ലയിപ്പിച്ച് കവാലി നിർമ്മിച്ചത് ഡൽഹിയിലെ സൂഫി സന്യാസിയായ അമീർ ഖുസ്രു ഡെഹ്ലവിയാണ്. ഇന്ന് ഉത്തരേന്ത്യയിലും പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും കവാലിയുടെ താളം മുഴങ്ങുന്നു. ഹാർമോണിയം, ഡോലക്, തബല എന്നിവയും ഗായകരുടെ കൈത്താളവുമാണ് കവ്വാലിക്ക് അകമ്പടി സേവിക്കുക. തുടക്കത്തിൽ സംഗീതോപകരണങ്ങളുടെ മാത്രം ശബ്ദം, പിന്നീട് ആലാപ് ആരംഭിക്കും. 6ഓളം ഗായകർ വേദിയിലുണ്ടാവും. ഉയർന്നും താഴ്ന്നും ആവർത്തിച്ചു പാടിയും ഇടയ്ക്ക് പതിഞ്ഞ സംഗീതത്തിന്റെ അകമ്പടിയോടെ കവിതാശകലങ്ങൾ ഉദ്ധരിച്ചും കവ്വാലി പ്രത്യേക ആത്മീയ തലത്തിലേക്ക് ആസ്വാദകരെ കൈപിടിച്ചു കൊണ്ടുപോകും. जम्मा हो आपस में सब, हिंदू मुस्लिम सिख ईसाई, जम्मा हो आपस में सब, चुन के इन फूलों को हिरनी एक गुलदस्ता बना, कुर्बा के झोपड़ों में इशरत की
महफिलों में, हरम में दैर में, काबे में खानकाहों में, हर में हर को देखा देखा, 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 हर में हर को देखा देखा रे बाबा, हर में हर को देखा देखा, हर में हर को देखा देखा, हर में हर को देखा देखा, हर में हर को देखा देखा. ഈ വാരം ദില്ലി ദർബാർ ഇവിടെ അവസാനിക്കുന്നു. കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളുമായി അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം വീണ്ടും കാണാം. ജയ് ഹിന്ദ്.